നിർമ്മല മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായി തന്നെ വിഭൂതി തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. സഭാമാതാവ് മനുഷ്യ മക്കളെ വിളിക്കുന്നു. സഭയിലേക്ക് ഒരു തിരിച്ചുവരവിന് വേണ്ടി ഏവരെയും ക്ഷണിക്കുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകന്നു ഓടുന്ന മനുഷ്യന് ഇന്ന് തിരിച്ചുവരവ് അനിവാര്യമാണ്. യേശുവിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ നൊയമ്പുകാലം. യേശുവിലൂടെ നേടിത്തന്ന ഉത്ഥാനത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടി കൂടിയുള്ള ഒരു അവസരമാണ് വിഭൂതി തിരുനാൾ നമുക്കായി ഒരുക്കുന്നത്. യേശുദേവൻ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് 40 രാവും പകലും മരുഭൂമിയിൽ ഉപവസിച്ച് പ്രചോദന ശക്തി നേടി. ദൈവത്തിലേക്ക് അടുക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്ന് വരുന്ന ഉപവസിക്കുന്ന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വിഭൂതി ആഘോഷങ്ങളിലൂടെയാണ്. വൈദികൻ വിഭൂതി തിരുനാളുകൾക്കിടയിലൂടെ മനുഷ്യൻ്റെ നെറ്റിയിൽ ചാരം തേച്ചുകൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക എന്നാണ് പറയുന്നത്. വിദൂര ജീവിത അവസ്ഥകളിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തിയ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ നൊയമ്പുകാലത്ത് നമ്മുടെ ചിന്താധാരകളിലേക്ക് എടുത്തിട്ട വിഷയം. ഇന്നും നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ ആ ധനവാനെയും ലാസറേയും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഭൂതി ആഘോഷങ്ങളിൽ നാം തിരിച്ചു വരുവാനായി തയ്യാറാകണം. ദൈവിക ചിന്തകളിൽ നിന്നും അകന്ന് ഓടിക്കൊണ്ടും മനുഷ്യൻ വെട്ടിപ്പിടിക്കാവുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. ഇൻ്റർനെറ്റിനും ഫ്രണ്ട്ഷിപ്പിനുമെല്ലാം ആരാധന നൽകിക്കൊണ്ടു പോകുമ്പോൾ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് എവിടെയാണ് ഇന്ന് സ്ഥാനം? ലൗകിക സുഖഭോഗങ്ങളിലൂടെയും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളുടെ മോഹങ്ങൾ എന്ന ആ ചെറു അണുവിലൂടെ അർബുദമായി പടർന്നുകൊണ്ട് തിന്മയുടെ ശക്തികൾ ഇന്ന് ലോകത്ത് അലയാടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഓടി അകലുന്നു ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും. വിഭൂതി നമ്മെ ഓട്ടം മതിയാക്കും മനുഷ്യ എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. നിനവേ നിവാസികൾ ചാക്കെടുത്തും ചാരം പൂശിയും പശ്ചാത്തപിച്ചതുപോലെ നമുക്കും പശ്ചാത്തപിക്കേണ്ട ഒരു സമയം ഇന്ന് വന്നെത്തിയിരിക്കുകയാണ്. പശ്ചാത്താപത്തിനും ഉപവാസത്തിനും പ്രായശ്ചിത്തത്തിനും അതുവഴി ജീവിത നവീകരണത്തിനും ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. തിരുസഭയിലൂടെ ദൈവം നിനക്കായി വാതിൽ തുറക്കുന്നു. വിഭൂതി അതാണ് ആ കവാടം.